കണ്ട ഒരു ഹൊറിബിൾ സ്വപ്നം വേറെ ആളുടെ ലൈഫിൽ റിയൽ ആയിട്ട് നടന്നതെന്ന് അറിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതാണ് ഈ കഥ. കഥ പറയുന്നതിന് മുന്നേ ഞാൻ പറയാം, ഇത് എന്റെ ലൈഫിൽ നടന്നിട്ടുള്ള കഥയല്ല. നിങ്ങൾ എന്നോട് ഷെയർ ചെയ്ത കഥകളിൽ എനിക്ക് സ്ട്രേഞ്ച് ആയിട്ട് തോന്നിയിട്ടുള്ള, ഇത് ഇങ്ങനെ വേറെ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടാവോ, ഇങ്ങനെയൊക്കെ നടക്കും തോന്നിപ്പോയ കുറച്ച് സ്റ്റോറീസ് ഉണ്ടാവില്ലേ, അതിലൊന്നാണ് ഞാൻ പറയുന്നത്. ഈ കഥയിലെ ക്യാരക്ടറിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് അനു എന്ന് വിളിക്കാം. ഓക്കെ, അനു 3rd ഇയർ എഞ്ചിനീയറിംഗിന് പഠിക്കുകയാണ്. വീട്ടിൽ നിന്ന് കോളേജിൽ പോകുന്നു വരുന്നു, ഈവനിങ് ട്യൂഷന് പോകുന്നു വരുന്നു. ഇതാണ് ആളുടെ ഒരു റുട്ടീന്. അങ്ങനെ ഈ അനു ഒരു ദിവസം രാത്രി ഒരു സ്വപ്നം കാണുന്നു. നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടി, അതുപോലെ അവരുടെ ഹസ്ബൻഡ്. ഈ ഒരു ലേഡീനെ കാണാൻ നല്ല ഭംഗിയായിരിക്കും, പക്ഷെ ഈ ലേഡീന്റെ ശരീരത്തിൽ ആകെ പാടായിരിക്കും. ഈ ഒരു ഹസ്ബൻഡ് തല്ലിയിട്ട്, ഈ ഹസ്ബൻഡ് ഭയങ്കര ദുഷ്ടനാണ്. അങ്ങനെ ഈ ഒരു ദുഷ്ടന് ഇവളെ തലയ്ക്ക് ഈ അതിനാണ്ട് കെട്ടിയിടുമല്ലോ, അങ്ങനെ കെട്ടിയിട്ട് ഫുള്ള് തല്ലുന്ന് ചവിട്ടുന്ന്. അങ്ങനെ ഈ പെൺകുട്ടി മരിച്ചു പോവാണ്. ഈ സ്വപ്നം കണ്ടു അനു പേടിച്ച് എണീച്ച്. അപ്പൊ ഒരു രാത്രി 2 മണി. അതിനുശേഷം ഇവക്ക് ഉറങ്ങാനേ പറ്റുന്നില്ല. ഈ പെൺകുട്ടിന്റെ മുഖം അനു കറക്റ്റ് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു മുഖം നമുക്കൊരു ഹോണ്ടഡ് ഫീലിംഗ് തരുമല്ലോ. ഈ കുട്ടി മരിക്കുന്നത് ഇവള് കറക്റ്റ് കാണുന്നില്ലേ, അതുകൊണ്ട് തന്നെ ഇവക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. രാവിലെ വരെ ഇത് ആലോചിച്ചിരിക്കുന്നു. രാവിലെ ക്ലാസ്സിന് പോകുന്നു വരുന്നു. പിറ്റേ ദിവസം ഈ ഒരു സ്വപ്നം കാണുന്നു. കറക്റ്റ് 2 മണിയാവുമ്പോൾ ഇവിടെ എണീക്കും. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഈ ഒരു സ്വപ്നത്തിന്റെ ഇന്റൻസിറ്റി കൂടാൻ തുടങ്ങി. അതായത് ഇവര് നിൽക്കുന്ന വീട്, ഈ വീടിന്റെ ചുറ്റുഭാഗമൊക്കെ ഇവള് കാണാൻ തുടങ്ങി. ഒരു ഒഴിഞ്ഞ പറമ്പിൽ ഒരു കുഞ്ഞു വീട്ടിലായിരിക്കും ഈ ഒരു ലേഡിയുടെ ഹസ്ബൻഡ് ഉണ്ടായിട്ടുണ്ടാവുക. അവിടെ നിന്നാണ് ഈ പെൺകുട്ടീനെ ഈ ഹസ്ബൻഡ് കൊല്ലുന്നത്. ഓക്കെ, അങ്ങനെ ഒരു 1 വീക്ക് ഒക്കെ ആയപ്പോൾ ഇവർക്ക് തീരെ ക്ലാസ്സിലൂടെ പോകാൻ കഴിയാതായി. ശരീരം ക്ഷീണിച്ച് ആകെ ഉറക്കില്ലാണ്ട് ആയിപ്പോയി. അങ്ങനെ ഇവിടെ വീട്ടിൽ പറയുന്നത് ഈ ഒരു ഞാനിങ്ങനെ ഒരു സ്വപ്നം കാണുന്നെന്ന് പറയുന്നത്. ഇവരൊരു മുസ്ലിം ഫാമിലിയാണ് കേട്ടോ. അങ്ങനെ ഉമ്മ എന്താക്കുന്ന ഏതെല്ലാം ഉസ്താദ്മാരെല്ലാം കാണിച്ച് കുറെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമല്ലോ. അങ്ങനെ ഇവിടെ ഈ സ്വപ്നം പിന്നെ കാണാണ്ടായി. ഉറക്കും കാര്യങ്ങളും പഴയ പോലെ തന്നെ റെഡിയായി. അങ്ങനെ ഈ ഇൻസിഡൻസ് ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി ഇവള് ഫാമിലിന്റെ കൂടെ കുറ്റാലം വാട്ടർഫോൾ കാണാൻ പോയി. തിരിച്ചു വരുന്ന വഴിക്ക് ഇവള് കാറിൽ ബാക്ക് സീറ്റിലിരുന്നു ഉറങ്ങുന്നായിരുന്നു. ഫ്രണ്ട് സീറ്റിൽ ഉമ്മയുണ്ട്. പുറത്തുനിന്നൊക്കെ ലൗഡായിട്ട് സംസാരം കേട്ടപ്പോ ഇവള് എണീക്കുന്നു. ഇവള് എണീച്ച് നോക്കുമ്പോ എന്തോ റോഡിൽ എന്തോ ബ്ലോക്കോ കാര്യങ്ങളോ എന്തായിരുന്നു. അങ്ങനെ ഇവള് എണീച്ചിരുന്ന് ഇവളുടെ സൈഡിലുള്ള ഗ്ലാസ് ഉണ്ടാവുമല്ലോ, അത് താത്തിയിട്ട് നോക്കുമ്പോ സൈഡിൽ തന്നെ കാണുന്നത് ഇവള് സ്വപ്നത്തിൽ കാണുന്ന ഈ പെൺകുട്ടിയുടെ വീടില്ലേ, ആ വീട്. ഈ വീട് കണ്ടത് ഇവൾ ആകെ ബോഡി ഷിവർ ചെയ്യാൻ തുടങ്ങി, ആകെ വിയർക്കാൻ തുടങ്ങി, ആകെ കരഞ്ഞു. അപ്പൊ കാറിലുള്ള എല്ലാവരും ചോദിച്ചു എന്താന്നുള്ളത്. അപ്പോൾ ഉമ്മാനോട് പറഞ്ഞ് ഈ വീടാണ് ഞാൻ സ്വപ്നത്തിൽ കാണുന്ന വീട് എന്ന് പറഞ്ഞു. ഇവിടെ ഇത്രയും പേടിച്ചുകൊണ്ട് തന്നെ അവര് വേഗം കാറെടുത്ത് വീട്ടിലേക്ക് പോന്നു. അങ്ങനെ അന്ന് രാത്രി തൊട്ട് ഈ നിന്നിരുന്ന സ്വപ്നം പിന്നെയും വരാൻ തുടങ്ങി. അനു പിന്നെയും ഈ ഒരു പെൺകുട്ടീനെ സ്വപ്നം കാണാൻ തുടങ്ങി.